ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കറ്റാർ വാഴയെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വളർത്തുന്ന കറ്റാർ വാഴയൊക്കെ കാണിക്കാം. ഇതൊക്കെയാണ് ഞാൻ വീട്ടിൽ ടെറസിൽ വളർത്തുന്ന കറ്റാർ വാഴ. താഴെ ഇനി വേറെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ 100ഓളം കറ്റാർ വാഴ ചെടികളുണ്ട്. ഞാൻ അടുത്തൊരു വീട്ടിൽ നിന്ന് ഒരു തൈ കൊണ്ട് വെച്ചതാണ്. അതിപ്പോൾ നിറഞ്ഞ് ഇത്രയൊക്കെ ആയി. ഇതാണ് എൻ്റെ ഫേവറേറ്റ് അലോവേറ. ഭയങ്കര ഫ്ലഷിയൊക്കെ ആയിട്ടുള്ള ലീവ്സാണിതിന്. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചിരുന്നു, അലോവേറയ്ക്ക് എങ്ങനെയാണ് നല്ല ഫ്ലഷി ആയിട്ടൊക്കെയുള്ള ലീവ്സ് കിട്ടുന്നത്, എങ്ങനെയാണത് നല്ല ഹെൽത്തി ആയിട്ട് വളർത്താൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ഫ്ലഷി ആയിട്ടുള്ള ലീവ്സ് വേണമെന്നുള്ളവർ ശ്രദ്ധിക്കുക. മാക്സിമം ഇത് വളർത്തുമ്പോൾ ഒറ്റയ്ക്ക് വളർത്താൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഞാനൊരു ബക്കറ്റിലാണ് നട്ടിരിക്കുന്നത്. അത്രയും മണ്ണും അതിനാണ് ലഭിക്കുന്നത്. അപ്പോൾ നല്ല ഫ്ലഷി ആയിട്ടുള്ള ലീവ്സൊക്കെ തരും. അതുപോലെ തന്നെ ലീവ്സ് കുറച്ച് ജെല്ലാണ് ആവശ്യമെങ്കിൽ അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കുക. അല്ലാതെ ഒരു ലീഫ് ഫുള്ളായിട്ട് എടുക്കാതിരിക്കുക. ഇനി അതല്ല, ഒരു ലീഫ് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരത്തെ കിളിച്ച ഭാഗത്ത് നിന്ന് ഒരു ലീഫ് എടുക്കുക. അല്ല പുതിയതായിട്ട് കിളിച്ച് വരുന്ന ലീവ്സ് എടുക്കാതിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അലോവേറ വളർത്തുമ്പോൾ പുതിയ ലീവ്സ് ഒരിക്കലും നിങ്ങൾ അടർത്തിയെടുക്കരുത്. പഴയത് മാത്രമേ അടർത്തിയെടുക്കാവൂ. പിന്നെ കുറച്ച് പേർ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, അവരുടെ വീട്ടിൽ കറ്റാർ വാഴ പിടിപ്പിച്ചിട്ട് പിടിക്കുന്നില്ല, പുതിയ തൈകൾ ഉണ്ടാകുന്നില്ലെന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചില പ്രദേശത്തെ മണ്ണുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ച് ചാരം, മണൽ, മണ്ണ്, ചാണകപ്പൊടി ഇത്രയും മിക്സ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ കറ്റാർ വാഴ പിടിപ്പിച്ചെന്നാൽ പെട്ടെന്ന് നന്നായിട്ട് അതിനകത്ത് പിടിക്കും. അതുപോലെ പുതിയ തൈകളൊക്കെ പെട്ടെന്നുണ്ടാകും. പിന്നെ ഒരാൾ ഡൗട്ട് ചോദിച്ചിരുന്നു, കറ്റാർ വാഴ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അത് അലിഞ്ഞു പോകുന്നു, അതിൻ്റെ കാരണം എന്താണെന്ന്. എനിക്ക് തോന്നുന്നു നിങ്ങൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന സോപ്പിൻ്റെ അളവ് തീരെ കുറച്ചിട്ടാണ് അലിഞ്ഞു പോകുന്നത്. അതിൻ്റെ സോപ്പിൻ്റെ അളവ് കൂട്ടുക, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. പിന്നെ കറ്റാർ വാഴയ്ക്ക് വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതൽ വെള്ളമാണ് ഇതുപോലെ അതിൻ്റെ ഇലകളൊക്കെ ചീഞ്ഞു പോകും. അപ്പോൾ നല്ല ഹോളൊക്കെയുള്ള ഗ്രോ ബാഗിലും കണ്ടെയ്നറിലും ഒക്കെ തന്നെ ഇത് വെക്കുക. ഇതിപ്പോൾ ഞാൻ ആദ്യം ഒരു ഗ്രോ ബാഗിലായിരുന്നു വെച്ചിരുന്നത്, പിന്നെ പഴയ ബക്കറ്റിലൊക്കെ വെച്ചു. ഇപ്പോൾ ഇത് നന്നായിട്ട് കിളിക്കുന്നുണ്ട്. മഴക്കാലമല്ലേ, ഇതിന് നന്നായിട്ട് വെയിലൊക്കെ ആവശ്യമുള്ള ചെടികളാണ്. നല്ല വെയിലുള്ള സമയത്തൊക്കെ വെയിൽ കൊണ്ടിട്ട് അതിൻ്റെ വൈകുന്നേരങ്ങളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക, നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കിളിക്കും. ഇത്രയൊക്കെ കാര്യം ശ്രദ്ധിച്ചാൽ മതി. നല്ല രീതിയിൽ അലോവേറ നമുക്ക് ആർക്കും വീട്ടിൽ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിന് പ്രത്യേകിച്ച് വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ ആകെ മഴവെള്ളമാണ് കിട്ടുന്ന ഏക ആശ്രയം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഇതിൻ്റെ കൂടെ നിൽക്കുന്ന പാഴ്ചെടികളൊക്കെ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് പറിച്ച് കളയണം. ഇല്ലെങ്കിൽ ഇതിന് കിട്ടേണ്ട ന്യൂട്രിയൻസൊക്കെ അതങ്ങ് അബ്സോർബ് ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഞാനിതിനകത്ത് ആദ്യമൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എടുത്ത് കളയാറുണ്ട് അങ്ങനെയുള്ള ചെടികൾ. എന്നിട്ടും വീണ്ടും വീണ്ടും ഒരുപാട് കിളിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2-3 ദിവസം മുമ്പ് വെച്ചതാണ്. ഇതിപ്പോൾ ഉടനെ തന്നെ നല്ല വലിയ ലീവ്സൊക്കെ ആയി പുതിയ തൈകളൊക്കെ തരും. അപ്പോൾ ഇതിനകത്തും മഴക്കാലം ആയതുകൊണ്ടായിരിക്കും കുറേ ചെടികൾ എത്ര പറിച്ച് കളഞ്ഞിട്ടും വീണ്ടും കുറേ ചെടികളൊക്കെ കിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചെടികളൊന്നും വെച്ച് പിടിപ്പിക്കാതിരിക്കുക. ഇതൊന്നും ഞാൻ മനഃപൂർവ്വം പറിച്ച് കളയാത്തതാണ്. ഇത് നല്ല ടർട്ടിൽ വൈനൊക്കെ പോലെ താഴോട്ട് നീണ്ടെടുക്കുന്ന ഒരു ചെടിയാണ്. കണ്ടപ്പോൾ എന്തോ ഒരു ഭംഗി, അതുകൊണ്ട് ഞാൻ എടുത്ത് കളഞ്ഞില്ല. പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ കറ്റാർ വാഴ വളർത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഇനിയും ഇതുപോലെയുള്ള ഗാർഡൻ റിലേറ്റഡ് വീഡിയോസൊക്കെ കാണാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതുപോലെ ഗാർഡൻ ടിപ്സൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളിതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. താങ്ക് യു.